സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല. മാനേജ്മെൻറ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. സ്വന്തം വീടില്ല, ഒരു സെൻറ്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. ഒരു അനിയനും കൂടെ ഉണ്ട്. അമ്മ വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ത്രീയാണല്ലോ. പത്രങ്ങളിലെ കണ്ടല്ലോ ആ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. KER അധ്യായം 3 റൂൾ 7 പ്രകാരം മാനേജ്മെന്റിനെതിരെ നടപടിയെടുക്കുവാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് അധികാരമുണ്ട്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് മുഖേന മിഥുൻ്റെ കുടുംബത്തിന് ഒരു മികച്ച വീട് നിർമ്മിച്ചു കൊടുക്കും. സ്ഥല സൗകര്യം കൂടെ നോക്കിയിട്ട് ഇളയ കുട്ടിക്ക് 12ാം ക്ലാസ് വരെ പരീക്ഷാ ഫീസ് അടക്കമുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് കൊടുക്കും. ഇത് സംബന്ധിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യാലയത്തിൽ നിന്നും പ്രത്യേക ഉത്തരവിറക്കുന്നതാണ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ PD അക്കൗണ്ടിൽ നിന്നും മിഥുന്റെ കുടുംബത്തിന് അടിയന്തര സഹായമെന്ന നിലയിൽ 3 ലക്ഷം രൂപ നൽകും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡൽഹിയിലാണ്. വന്ന ശേഷം ആലോചിച്ച ശേഷം കൂടുതൽ സഹായങ്ങൾ ചെയ്യുന്നതിനെ സംബന്ധിച്ചിടത്തോളം സാധാരണഗതിയിൽ ആലോചിക്കുന്ന പോലുള്ള ആലോചന ഉണ്ടാവും. ഇതിനൊരു മുന്തിയ പരിഗണന കൊടുത്തുകൊണ്ടുള്ള ഒരു ആലോചന തന്നെയായിരിക്കും ഉണ്ടാവുന്നത്. സ്കൂളിൻ്റെ PTA പുനഃസംഘടിപ്പിക്കണം. തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട് പരിശോധിക്കാൻ വേണ്ടി ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയെ അറിയിക്കുന്നതാണ്. മേൽനോട്ടവും ഒക്കെ തദ്ദേശ സ്വയംഭരണ വകുപ്പിനാണല്ലോ. ഇതാണ് ഇപ്പോൾ എടുക്കാൻ പറ്റുന്നതിൽ പരമാവധി കാര്യങ്ങളെന്ന് പറയുന്നത്. ഞങ്ങൾ കുട്ടിയുടെ വീട്ടിൽ പോകുന്നുണ്ട്. അത് അതിൽപ്പെടുത്താൻ ഒരുപാട് നടപടി എടുക്കാം. മാനേജ്മെന്റിന് വേണ്ടി ഇത് എടുക്കാൻ പറ്റുന്ന നടപടി എന്ന് പറഞ്ഞാൽ അതായത് പിന്നെ സ്കൂള് തന്നെ തിരിച്ച് ഏറ്റെടുക്കാം ഗവൺമെന്റ്. അതായത് നമ്മുടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ചാപ്റ്റർ 3 റൂൾ 7 പറഞ്ഞിരിക്കുന്ന അഡ്മിനിസ്ട്രേഷന്റെ കുഴപ്പം, അതുപോലെ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാതിരിക്കുക, അപ്പോയിന്റ്മെന്റിൽ കാണുന്ന അഴിമതി, അത്തരം കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത ശേഷം പുതിയ മാനേജറെ അടക്കം നിയമിക്കാനുള്ള അധികാരം മാനേജ്മെന്റ് കമ്മിറ്റി ഇപ്പോൾ ഉള്ള നിലവിലുള്ള മാനേജറിനെ പിരിച്ചുവിട്ടിട്ട് പുതിയ മാനേജറെ ഗവൺമെന്റിനെ നിയമിക്കാനുള്ള അധികാരം അടക്കം ഉണ്ട്.
അതെ, റെക്കഗ്നൈസേഷൻ തിരിച്ചെടുക്കാം. പറഞ്ഞു കേൾക്കും. അപ്പോൾ ഇന്ന് ഇതിൻ്റെ സാഹചര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് DD-മാരുടെയും DO AO-മാരുടെ ഒരു അടിയന്തര ഓൺലൈൻ മീറ്റിംഗ് കൂടുന്നുണ്ട്. ഇതൊന്ന് പറഞ്ഞു. വാർത്താ സമ്മേളനം നടത്തുകയാണ്. എന്ന് മാത്രമല്ല, വളരെ ശക്തമായ നടപടികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു. പ്രധാന അധ്യാപകയെ സസ്പെൻഡ് ചെയ്യാൻ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരിക്കുന്നു. ഒപ്പം കുടുംബത്തിന് വീട് വെച്ച് നൽകും. 3 ലക്ഷം രൂപ അടിയന്തര നഷ്ടപരിഹാരം. KCB 5 ലക്ഷം ഇന്നലെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു. ഒപ്പം 12ാം ക്ലാസ് വരെ ഇളയ കുട്ടിക്ക് സൗജന്യ വിദ്യാഭ്യാസം തുടങ്ങിയ നിരവധി പ്രഖ്യാപനങ്ങൾ നടത്തുന്നു വിദ്യാഭ്യാസ മന്ത്രി.